ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമതനെ മത്സരിപ്പിക്കാൻ ആലോചിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം. ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത നടപടിയിൽ ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിൽ തന്നെയാണ്. വിമതനെ നിർത്തുന്നതടക്കം ചർച്ച ചെയ്യാൻ മുതിർന്ന നേതാക്കൾ നാളെ വീണ്ടും യോഗം ചേരും. കേരള കോൺഗ്രസിന്റെ സീറ്റ് നഷ്ടപ്പെട്ടതിൽ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. അത് ഞങ്ങൾ നേരത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ടൈമിലേക്ക് മാത്രം ഈ സീറ്റ് വിട്ടിരിക്കുന്നു. അടുത്ത പ്രാവശ്യം മുതൽ കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റാണ്. ഇപ്രാവശ്യം പ്രത്യേക സാഹചര്യത്തിൽ ഈ സീറ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് നിൽക്കണോ വേണ്ടയോ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ 2 ദിവസം കൊണ്ട് തീരുമാനിക്കും. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. UDF നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ബന്ധം കൊടുക്കും, അതിനകത്ത് വിഷയമൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്നെടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളൊന്ന് കൂടി ആലോചിക്കും. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, വിമതനെ നിർത്താനുള്ള ആലോചനയിലാണ് നേതാക്കളെന്ന് മനസ്സിലാക്കുകയാണ്. ഈ യോഗം എപ്പോഴാണ് ചേരുക? ഇതിൽ എന്തൊക്കെ വികാരമാണ് മറ്റ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? ഇതേ ആ ഒരു അഭിപ്രായം തന്നെയാണോ മറ്റ് പ്രവർത്തകർക്കും? പ്രവിധ നിബന്ധനകളോടുകൂടിയാണ് ഇടുക്കി സീറ്റ് വിട്ടുകൊടുത്തതെന്ന് PJ ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഒരു ടൈമിലേക്ക് മാത്രമാണ് ഈ സീറ്റ് വിട്ടുകൊടുത്തിരിക്കുന്നത്. വിജയസാധ്യത മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ടാണ് അത്തരമൊരു നടപടി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിലൊരു വിഭാഗത്തിന് ജോസഫ് ഗ്രൂപ്പിൽ ഇപ്പോഴും കടുത്ത എതിർപ്പ് തന്നെയാണ്. കാരണം UDF സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് വിജയിക്കാൻ പറ്റുന്ന ആളുകൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശി മൂലം ഈ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക യോഗം ചേരുകയും ഈ സീറ്റ് വിട്ടുകൊടുക്കരുതെന്ന് നേരത്തെ തന്നെ പലതവണ PJ ജോസഫിനോട് നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നിട്ടും സീറ്റ് വിട്ടുകൊടുത്തതിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും യോഗം ചേർന്ന് UDF സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വിമതനെ നിർത്തുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കുമെന്ന് പറയുന്നത്. നിലവിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്ന കോൺഗ്രസിലെ റോയി കെ പൗലോസ് ആണ്. KPCC വൈസ് പ്രസിഡന്റാണ്. നേരത്തെ ജോയി വെട്ടിക്കുഴിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. മുൻപ് കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ജോയി വെട്ടിക്കുഴി വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൽ ചേർന്നതാണ്. ജോയി വെട്ടിക്കുഴിയുടെ പിടിവാശിയാണ് ഈ കേരള കോൺഗ്രസിന്റെ സീറ്റ് നഷ്ടപ്പെടാൻ കാരണമെന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ജോയി വെട്ടിക്കുഴിക്കെതിരെ കടുത്ത പ്രതിഷേധം ഈ ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ ഉയർത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ആ സ്ഥാനാർത്ഥിയെ മാറ്റി റോയി കെ പൗലോസ് വരുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെടുന്നില്ല. എന്തായാലും കടുത്ത അതൃപ്തി തുടരുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് നാളെ വീണ്ടും യോഗം ചേർന്ന് വിമതനെ നിർത്തുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. തോമസ് പെരുമന ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാണ് ഈ യോഗം ചേരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും. ശരി, അതാണ് തെരഞ്ഞെടുപ്പിന് ഇങ്ങ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമത നീക്കമൊക്കെ പാർട്ടിയെയും അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെയും എങ്ങനെ ഏത് തരത്തിലാണ് ബാധിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അത് ഈ UDFന്റെ തന്നെ ഭാഗമായി ഇരിക്കുന്ന ആളുകൾ അത് ഓർക്കുന്നതും വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.